ബഷീർ ദിന ക്വിസ്. ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 5 ബഷീറിന്റെ ചരമദിനം. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ്? 1908 ജാനുവരി 21. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എവിടെയാണ്? കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിൽ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പിതാവിന്റെ പേര് എന്താണ്? കായി അബ്ദുറഹ്മാൻ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മാതാവിന്റെ പേരെന്താണ്? കുഞ്ഞാത്തുമ്മ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാര്യയുടെ പേര് എന്താണ്? ഫാബി ബഷീർ. ബഷീർ ബേപ്പൂരിൽ താമസിച്ചിരുന്ന വീടിന്റെ പേര് എന്തായിരുന്നു? വയലാലിൽ വീട്. ബഷീർ തന്റെ കൃതികൾ എഴുതാൻ സ്ഥിരമായി ഇരുന്നിരുന്ന ബേപ്പൂരിലെ വീട്ടുമുറ്റത്തെ മരം ഏതായിരുന്നു? മാംഗോസ്റ്റീൻ മരം. വൈക്കം മുഹമ്മദ് ബഷീർ എപ്പോഴാണ് അന്തരിച്ചത്? 1994 ജൂലൈ 5. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. ബേപ്പൂർ എന്ന സ്ഥലം ഏതു ജില്ലയിലാണ്? കോഴിക്കോട്. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷം ഏത്? 1970. ബഷീറിന് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷം ഏത്? 1981. വൈക്കം മുഹമ്മദ് ബഷീറിന് പത്മശ്രീ ബഹുമതി ലഭിച്ച വർഷം? 1982. 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി ആര്? ബാലാമണിയമ്മ. ബഷീറിന്റെ ആദ്യമായി പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച കൃതി ഏതാണ്? പ്രേമലേഖനം. കേശവൻ നായരും സാറാമ്മയും പ്രധാന കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിന്റെ നോവൽ ഏതാണ്? പ്രേമലേഖനം. ആകാശമിട്ടായി കഥാപാത്രമാകുന്ന ബഷീറിന്റെ നോവൽ ഏത്? പ്രേമലേഖനം. മലയാളത്തിലെ ആദ്യത്തെ റിയലിസ്റ്റിക് പ്രണയകഥയായി കണക്കാക്കപ്പെടുന്ന ബഷീറിന്റെ ആദ്യ കഥ ഏതാണ്? എൻ്റെ തങ്കം.
ബഷീർ സ്വന്തം കഥയ്ക്ക് തിരക്കഥ എഴുതി നിർമ്മിച്ച മലയാള സിനിമ ഏതാണ്? ഭാർഗവീ നിലയം. ഭാർഗവീ നിലയം എന്ന സിനിമ ബഷീറിന്റെ ഏത് കഥയെ ആസ്പദമാക്കിയുള്ളതാണ്? നീലവെളിച്ചം. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ അവസാന കഥാസമാഹാരം ഏതാണ്? യാ ഇലാഹി. ബഷീറിന്റെ മാസ്റ്റർ പീസ് കൃതിയായി വിലയിരുത്തപ്പെടുന്ന കൃതി ഏത്? ബാല്യകാലസഖി. മജീദും സുഹറയും ഏത് പ്രശസ്ത നോവലിലെ കഥാപാത്രങ്ങളാണ്? ബാല്യകാലസഖി. ബാല്യകാലസഖി എന്ന നോവലിന് അവതാരിക എഴുതിയ പ്രശസ്ത സാഹിത്യകാരൻ ആര്? പ്രൊഫസർ MP പോൾ. ബഷീറിന്റെ ഏത് കൃതിയിലാണ് മൂക്കൻ കേന്ദ്ര കഥാപാത്രമായി വരുന്നത്? വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏത്? സർപ്പയജ്ഞം. ബഷീർ രചിച്ച ഒരേയൊരു നാടകം ഏതാണ്? കഥാബീജം. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏത്? പ്രേംപാറ്റ. ബഷീറിന്റെ മുച്ചീട്ടുകളിക്കാരന്റെ മകൾ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? 1951. മണ്ടൻ മുത്തപ്പ ബഷീറിന്റെ ഏത് നോവലിലെ കഥാപാത്രമാണ്? മുച്ചീട്ടുകളിക്കാരന്റെ മകൾ. ബഷീറിന്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത്? പാത്തൂമ്മയുടെ ആട്. ബഷീറിന്റെ വീട്ടിലെ ഒരു വളർത്തുമൃഗത്തിന്റെ പേര് തലക്കെട്ടായുള്ള പ്രശസ്തമായ പുസ്തകം ഏത്? പാത്തൂമ്മയുടെ ആട്. പാത്തുമ്മയുടെ ആട് എന്ന നോവൽ ആദ്യമായി പ്രസിദ്ധീകരിച്ച വർഷം? 1959. ബഷീർ നടത്തിയ ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ്? ചെവിയോർക്കുക അന്തിമ കാഹളം. ബഷീറിന്റെ ഭാര്യയായ ഫാബി ബഷീറിന്റെ ആത്മകഥയുടെ പേരെന്താണ്? ബഷീറിന്റെ എടിയെ. ബഷീറിന്റെ ഭാര്യയും മക്കളും ബഷീറിനെ വിളിച്ചിരുന്ന പേര് എന്തായിരുന്നു? ടാറ്റ. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ഭീകരത പശ്ചാത്തലമാക്കി ബഷീർ രചിച്ച നോവൽ ഏതാണ്? ശബ്ദങ്ങൾ. ബഷീർ വിപ്ലവ ലേഖനങ്ങൾ എഴുതാൻ ഉപയോഗിച്ചിരുന്ന തൂലികാനാമം എന്തായിരുന്നു? പ്രഭ. എട്ടുകാലി മമ്മൂഞ്ഞ്, ആനവാരി രാമൻ എന്നീ ഹാസ്യ കഥാപാത്രങ്ങൾ വരുന്ന ബഷീറിന്റെ കൃതി ഏത്? ആനവാരിയും പൊൻകുരിശും.
ബഷീർമാല എന്ന പാട്ടുകാവ്യത്തിൻ്റെ രചയിതാവ്? എം.എൻ. കാരശ്ശേരി. ബഷീർ, കാരൂർ നീലകണ്ഠപിള്ള, മാധവിക്കുട്ടി എന്നിവർ ഒരേ പേരിൽ ഒരു കഥ എഴുതിയിട്ടുണ്ട്. ആ കഥയുടെ പേരെന്താണ്? പൂവമ്പഴം. ബഷീറിനെ കുറിച്ച് ഒ.എൻ.വി. കുറുപ്പ് രചിച്ച കവിത ഏത്? എൻ്റെ ബഷീർ. ചങ്ങമ്പുഴയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ രചിച്ച കൃതി? ഒഴിഞ്ഞ വീട്. ബഷീറിൻ്റെ ഏറ്റവും പ്രശസ്തമായ മതിലുകൾ എന്ന നോവൽ ചലച്ചിത്രമാക്കിയത് ആര്? അടൂർ ഗോപാലകൃഷ്ണൻ. ബഷീറിൻ്റെ മതിലുകൾ എന്ന നോവലിലെ അദൃശ്യയായ കാമുകിയെ ബഷീർ വിളിക്കുന്ന പേരെന്ത്? നാരായണി. അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത്? ഗാന്ധിജി.